കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് എൻ്റെ നാടുമായുള്ള കണക്ഷൻ ഞാൻ അങ്ങനെ വിടുവൊന്നുമില്ല. സൈക്കോളജിക്ക് കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയ സമയത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സ്പർശിച്ച ചില വാക്കുകളാണിത്. അവൾ എറണാകുളത്താണ്, അവളുടെ വീട് കണ്ണൂരാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ കണ്ണൂർ പ്രാക്ടീസ് ചെയ്യാൻ വരാറുണ്ടോ? ഓ, ഞാൻ ഇടയ്ക്ക് അവിടെ വരാറുണ്ട്. ഞാൻ ചോദിച്ചു, നീ എനിക്കെന്നാൽ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്താൽ പോരെ? അവൾ എന്നോട് പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ എൻ്റെ നാടുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെ വിട്ടുകളയില്ല എന്ന്. മില്ലേനിയലിലുള്ള പല സ്ത്രീകളും ഇന്ന് ഒരു ഭാര്യയായിട്ടുണ്ടാവും, അമ്മയായിട്ടുണ്ടാവും, ഒരു പ്രൊഫഷണലായിട്ടുണ്ടാവും, ഒരു വീടൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾക്കിടയിൽ പലപ്പോഴും അവരിന്ന് അറിയാതെ അകന്നു പോകുന്ന അവരെ ഇഷ്ടങ്ങളും അവരെ നാടും അവരെ സൗഹൃദങ്ങളും ഒക്കെ ആയിരിക്കും. ഒരു കാര്യം ഓർക്കേണ്ടത്, വിവാഹമോ ജോലിയോ കുട്ടികളോ ഒന്നുമല്ല നമുക്കിതൊക്കെ നഷ്ടപ്പെടുത്തിയത്. ആക്ച്വലി നമ്മളുടെ പ്രയോറിറ്റീസ് നമ്മളത് ഫിക്സ് ചെയ്യാത്തത് കൊണ്ടാണ്. അതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം വേരുകളുമായി കണക്റ്റ് ആയിരിക്കുന്ന ഒരാൾക്ക് ജീവിതം കുറച്ചുകൂടി ഭംഗിയായി ആസ്വദിക്കാൻ പറ്റും. വിവാഹത്തിന് ശേഷമാണ് എൻ്റെ ജീവിതം മാറിയത് എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും സ്വയം മനസ്സിലാക്കുക, നമ്മളെ ജീവിതത്തിൽ നമ്മളെ സന്തോഷങ്ങൾക്കൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട സമയം. ഇത് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇതിന് നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യുന്നത് ഒരിക്കലും ഒരു പരിഹാരമാവില്ല. മന്ത്ലിയോ വീക്ക്ലിയോ ഒക്കെ നമ്മൾ ഇത്തരം കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. എനിക്കെൻ്റെ പഴയ എന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഇടവരുത്താതിരിക്കട്ടെ. പുതിയ തിരക്കുകളും പുതിയ ജീവിതവും പുതിയ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ പഴയതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒന്നല്ല. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് ലൈഫ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കുള്ളൂ.